സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായി നല്ല കർത്തൃ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയുടെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി പരിപാലിച്ചു, കർത്താവ് നമ്മളെ നടത്തി. വാസ്തവത്തിൽ ആ പാട്ട് വളരെ അനുചിതമായിരുന്നു. ശുദ്ധാത്മാവ് തന്നൊരു നിയോഗമായിരുന്നു ആ പാട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ നടത്തിയ എല്ലാ ദൈവത്തിന്റെ വഴികൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകലിൽ കടന്നു വന്ന് നമ്മെ എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നാം ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ, നാം പാടുമ്പോൾ, നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വാസ്തവമായും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കാരണം കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ദൂതന്മാര് പോലും എന്ത് ചെയ്യുന്നു, അവർ സന്തോഷിച്ച കുനിഞ്ഞു നോക്കുകയാണ്. എന്താ ഈ ഭൂമിയിലെ ഒരു കൂട്ടം ആളുകൾ ജീവനുള്ള ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുമ്പോ അവർ ഉള്ളം കൊതിക്കുക. അവരിന്നും ദാസന്മാരാ ദൈവത്തിന്, അവരിന്നും സേവകരാ ദൈവത്തിന്. പക്ഷെ നമ്മൾ സേവകരല്ല, നാം ദാസന്മാരല്ല, മക്കളും ദൈവത്തിന്റെ പ്രിയ മക്കളും. ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ പ്രിയ മക്കളാണ് ദൈവത്തിന്. മക്കളാണെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. സന്തോഷമുണ്ട്, ദൈവത്തിന്റെ പ്രിയ മക്കളാണ് ദൈവം. ആ അനുഭവത്തില്, ആ അവസ്ഥയില്, ആ ജീവിതത്തിന്റെ ശൈലി വേണം നാം ദൈവസന്നിധിയിൽ വരുവാനും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. 27ാമത്തെ സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. 27ാം സങ്കീർത്തനം ധാരാളം ആശയങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഭയാനകമായ അല്ലെങ്കിൽ ഭീരുവായി ഓടി ഒളിക്കേണ്ട, ആമേൻ സ്തോത്രം, ഭയത്തിന് അടിമയായി തീരേണ്ട നിരവധിയായ വിഷയങ്ങളുടെ നടുവിൽ ദാവീദ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. യഹോവ എന്റെ വെളിച്ചം, യഹോവ എന്റെ രക്ഷ, യഹോവ എന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. ഇന്ന് പകലിൽ ദൈവം നിന്റെ ബലമാണെങ്കിൽ, ദൈവം നിന്റെ വെളിച്ചമാണെങ്കിൽ, ദൈവം നിന്റെ രക്ഷയാണെങ്കിൽ, സ്തോത്രം. ദാവീദ് പറയുന്നത് പോലെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ എന്തിനെ പേടിക്കും, ഞാൻ ആരെ ഭയപ്പെടും. അടുത്ത വാക്യത്തിൽ കിടക്കുന്ന ദൂതനാണ്, എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുകയാണ് ശത്രു. നിന്റെ ആരോഗ്യത്തോട്, നിന്റെ ശരീരത്തോട്, നിന്റെ എക്സ്റ്റേണൽ, അതേ നിന്റെ പുറമേയുള്ള ആ മനുഷ്യനോട് ശത്രു പല നിലകളിൽ പൊരുതുമ്പോഴും മാത്രമല്ല, ആ പോരെ അവിടെ കൊണ്ട് തീർന്നില്ല. സ്തോത്രം. നിന്റെ ഹൃദയത്തോടുള്ള പോരെ, ഹൃദയത്തോടുള്ള ശത്രുവിന്റെ വെല്ലുവിളി. അതിന് നടുവിൽ ദാവീദ് എന്ന ദൈവത്തിന്റെ മനുഷ്യൻ പറയുക, എന്റെ ഹൃദയം എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുമെങ്കിൽ. ശത്രുവിന്റെ തന്ത്രം നിന്റെ ഉള്ളത്തെ അധൈര്യപ്പെടുത്തുക എന്നുള്ളത്, നിന്റെ മനസ്സിനെ പിരിമുറുക്കുക എന്നുള്ളതാണ്. ഇന്ന് ദാവീദിനെ പോലെ കർത്താവിന്റെ മക്കൾക്ക് പറയാൻ കഴിയണം, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പേടിക്കുകയില്ല. കാരണം യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. 4ാമത്തെ അനുഗ്രഹം അതിന്റെ അവസാനത്തെ ഭാഗത്തുണ്ട്, എനിക്ക് യുദ്ധം നേരിട്ടാലും നിർഭയമായിരിക്കും. സ്തോത്രം. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ആ സങ്കീർത്തനത്തിന്. ജീവിതത്തിൽ വിഷയങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് നിർഭയനായിരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹം. അതേത് സാഹചര്യത്തിന് മുമ്പിൽ, ഇളകി വരുന്ന വലിയ വിഷയങ്ങളുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവന് മാത്രമേ, ദൈവത്തിന്റെ വെളിച്ചം ഉള്ളിലുള്ളവന് മാത്രമേ, ആത്മീക ബലമുള്ളവന് മാത്രമേ, രക്ഷിക്കപ്പെട്ടവന് മാത്രമേ എന്ന് പറയാൻ കഴിയൂ. ഞാൻ എങ്ങനെ ഇരിക്കും? ഇന്ന് പകലിൽ
ഈ കർത്തൃ ദിവസത്തിൽ ദൈവസന്നിധിയിൽ വന്ന് നമ്മളോട് ദൈവാത്മാവ് ചോദിക്കുകയാണ്, വാസ്തവത്തിൽ നാം നിർഭയത്തിലാണോ? വാസ്തവത്തിൽ നമ്മൾ ആ ഒരു അനുഗ്രഹത്തിലാണോ? അതോ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ, സ്തോത്രം, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് റോമയിലെ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം, അതിന്റെ 14-15 വാക്യം വായിച്ച റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവിക നടത്തിപ്പിലേക്ക്, അഥവാ ആ ദൈവിക പുത്രത്വത്തിലേക്ക്, ആത്മാവിന്റെ നടത്തിപ്പിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളായി. സ്തോത്രം. പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അങ്ങനെയെങ്കിൽ ദാസ്യത്വത്തിന്റെ ആത്മാവിന് കീഴിലുള്ളവർ ഭയത്തോടെ നിൽക്കുമ്പോ, ദാസ്യത്വത്തിന്റെ കീഴിലുള്ള പഴയ നിയമം ഭയത്തോടെ ദൈവത്തിന് മുൻപിൽ വരുമ്പോ, പുത്രത്വത്തിന്റെ കീഴിൽ വന്ന ജാതികളായ നാം, ഹല്ലേലൂയ, ദൂരസ്ഥരായിരുന്ന നാം, പാപികളായിരുന്ന നാം, ബലഹീനരായിരുന്ന നാം, രോഗികളായിരുന്ന നാം, ഇന്ന് മുതൽ ഹല്ലേലൂയ പുത്രത്വത്തിലേക്ക് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ സഭയിലേക്ക് പ്രവേശനം ലഭിച്ച നാം, ഇനിയും നീ ഭയപ്പെട്ടാൽ നിന്റെ മേൽ പുത്രത്വത്തിന്റെ ശക്തി വ്യാപരിക്കുന്നില്ല. വായിച്ച വാക്യം, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ മക്കളായി തീർന്നവരുടെ പ്രത്യേകത എന്താണ്? പല പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത, നിന്നെ നടത്തുന്നത് ദൈവാത്മാവ്. അതൊരു പക്ഷെങ്കിൽ ആ നടത്തിപ്പിന് മുമ്പിൽ ഒരു പക്ഷെങ്കിൽ അത് വൈരുദ്ധ്യതകൾ വന്നാണ്. വിവിധ പ്രതിഭാസങ്ങൾ രൂപപ്പെട്ടത് വരാം. നമുക്ക് തന്നെ പലതിനെയും അർത്ഥങ്ങൾ അറിയാൻ കഴിയാത്ത പല മേഖലകളിലൂടെ ദൈവം നമ്മളെ നടത്തിയെന്ന് വരാം. എന്നാൽ ദൈവാത്മാവിന്റെ നടത്തിപ്പ് അനുഭവിക്കുമ്പോഴാണ് അതിനകത്തെ വിടുതലിന്റെ ആഴം. പഴയ ദൈവഭക്തനായ ദാവീദിന് ഒരു ചെറിയ വെളിച്ചം അകത്ത് കയറിയപ്പോൾ താൻ പറയുക, എന്നോട് അടുക്കുന്ന, എനിക്ക് നേരെ യുദ്ധം ചെയ്യുന്ന നിരവധിയായ വിഷയങ്ങളുടെ നടുവിൽ എന്റെ ഹൃദയം എങ്ങനെ ഇരിക്കും? ഭയമായി. ഇന്ന് പകലിൽ ഹൃദയത്തിനകത്ത് കരക്കം സൃഷ്ടിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ശത്രു നിനക്കെതിരെ കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഉള്ളം ധൈര്യപ്പെടട്ടെ. മനസ്സ് ക്ഷീണിപ്പിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിൽ നിന്റെ ഹൃദയം ധൈര്യപ്പെടട്ടെ. കാരണം ദൈവത്തിന്റെ രക്ഷയിലേക്ക് വന്ന, ദൈവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിന് വിധേയപ്പെടുന്ന ദൈവത്തിന്റെ പൈതലിന്റെ ഹൃദയം എങ്ങനെ ഇരിക്കണം? ദൈവാത്മാവ് നമ്മെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുമ്പോ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കണം? സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഒരു വാക്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ട്. ധാരാളം കാര്യങ്ങളോട് പറയുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. അപ്പോൾ നിലവിൽ എന്തുണ്ട്? ശത്രുക്കളുണ്ട്. സ്തോത്രം. നിലവിൽ വലിയ പോരാട്ടങ്ങളുണ്ട്. പക്ഷേ ദാവീദ് പറയുന്നു, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല എന്ത് ചെയ്യും? അതിനർത്ഥം ഇതുവരെയും തല എന്ത് ചെയ്തിട്ടില്ല? ഉയർന്നിട്ടില്ല. വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിന്റെ ജനം, ദൈവിക പുത്രത്വത്തിലേക്ക് വന്ന ദൈവത്തിന്റെ ജനത്തിന്റെ തല എന്ത് ചെയ്തിട്ടില്ല? ഉയർന്നിട്ടില്ല. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയുന്നു, ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങളുടെ മീതെ നമ്മുടെ തല ദൈവം ചെയ്യും ചേർന്ന് സ്തോത്രം. അങ്ങനെ തല ഉയർന്ന ദൈവമക്കളുടെ പ്രത്യേകത കണ്ടാൽ അറിയാം. അടുത്ത വാക്യം, ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ തോറ്റവനല്ല, പരാജയം അടഞ്ഞവനല്ല, മനസ്സുള്ളവനല്ല, നീ അവൻ ഭയത്തിന് അടിമയല്ല. ഞാൻ അവന്റെ സന്നിധിയിൽ വന്ന എങ്ങനെയിരിക്കും? മൗനവ്രതം ആചരിക്കും. കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ആരാണ്
വിജയഘോഷിയാണ് അർപ്പിക്കുന്നത്. ജയിച്ചാലാണ് ഘോഷിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയമക്കൾ അഥവാ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അവർ പരാജയത്തിന് കീഴടങ്ങുന്നവരല്ല, അവർ ജയിക്കുന്നവരാണ്. അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് 8ാമത്തെ വാക്യം. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. എന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അല്പസമയം ഞാൻ ആ ഭാഗത്തായിരിക്കും. ഇത് ദാവീദിനോട് മറ്റ് നാദാൻ പറഞ്ഞതല്ല, ഗാദ് പ്രവാചകൻ വന്ന് പറഞ്ഞതല്ല. ദാവീദിന്റെ ഉള്ളിൽ നിന്നൊരു ചിന്ത കയറി വരികയാണ്. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് പോലെ എന്റെ ഉള്ളിൽ നിന്നൊരു ചിന്ത. ദാവീദ് പറയുന്നു, സ്തോത്രം യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ, ദൈവസന്നിധിയിൽ അന്വേഷണ മനോഭാവത്തോടെ ഇരിക്കാൻ ദാവീദിന് ഉൾപ്രേരണ ലഭിച്ചപ്പോൾ ദൈവത്തിന്റെ ഭക്തൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച വേഗം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വേഗത്തിൽ വായിക്കും. അപ്പോൾ ഞാൻ ഉപവസിച്ചും ജെട്ടെടുത്തും വെണ്ണയിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. എപ്പോഴാണ് ദാനിയേൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ മുഖം തിരിച്ചത്? തന്റെ സ്വജനത്തിന്റെ കഷ്ടതയുടെ നടുവിൽ, അപമാനങ്ങളുടെ നടുവിലൂടെ, പ്രവാസത്തിന്റെ നടുവിൽ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, ഈ ജനത്തിന് വിടുതലിന്റെ സമയമായി. അങ്ങനെ ഒരു കൂട്ടം ജനം പുറത്തു വരണമെങ്കിൽ ഒരു ദൈവഭക്തൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ദൈവമുഖത്തേക്ക് നോക്കണം. 14-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാർ